ഇസ്രായേൽ ഹമാസ് യുദ്ധം നിർത്തലാക്കിക്കൊണ്ടുള്ള വെടിനിർത്തൽ കരാർ നാളെ പ്രാബല്യത്തിൽ വരുന്നതോടെ 470 ദിവസങ്ങളിലേക്കെത്തിയ അങ്ങേയറ്റം വിനാശകരമായ ഒരു മഹായുദ്ധമാണ് ഏറെക്കുറെ അവസാനിക്കുന്നത്. ഒരു വർഷത്തിനപ്പുറത്തേക്ക് യുദ്ധം നീട്ടിക്കൊണ്ടു പോകണമെന്ന് ഇസ്രായേൽ ആഗ്രഹിച്ചിരുന്നതല്ലെങ്കിലും ഇസ്രായേൽ പൗരന്മാരെ ജീവനോടെ പിടിച്ച് തുറങ്കിലടച്ചുകൊണ്ട് ഹമാസ് ഭീകരർ കാട്ടിയ ധിക്കാരം അവർക്ക് തന്നെ വിനയായി മാറുകയായിരുന്നു. ഒരുപക്ഷെ ഇസ്രായേലി ബന്ദികളെ റിലീസ് ചെയ്തുകൊണ്ട് സമവായത്തിന് വഴി തേടാൻ ഹമാസ് ശ്രമിച്ചിരുന്നുവെങ്കിൽ ഈ വെടിനിർത്തൽ നേരത്തെ തന്നെ സംഭവിക്കുമായിരുന്നു. പക്ഷേ പാലസ്തീനിലെ പാവങ്ങൾക്ക് പെടുമരണം വാങ്ങിക്കൊടുക്കാൻ കച്ചകെട്ടിയിറങ്ങിയ തീവ്രവാദികൾക്ക് അതിനുള്ള വിവേകമുണ്ടായില്ല. ഫലമോ നേതാക്കന്മാരെല്ലാം മരണപ്പെട്ട് ഒരുവിധത്തിലും ചലിക്കാനാകാതെ നട്ടെല്ല് പൂർണ്ണമായി തകർന്ന നിലയിലാണ് ഹമാസ് എത്തിച്ചേർന്നത്. തന്റെ ഭരണകാലത്ത് പശ്ചിമേഷ്യയിൽ തുടങ്ങിയ ഈ യുദ്ധം താൻ പടിയിറങ്ങുന്നതിന് മുമ്പ് തന്നെ അവസാനിപ്പിക്കാനുള്ള നീക്കം അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡന്റെ ഭാഗത്തുനിന്ന് ശക്തമായിരുന്നു. ഇതിനായി ഈജിപ്തിനെ കൂടെ ചേർത്ത് ഖത്തർ കേന്ദ്രമാക്കി ബൈഡൻ ശക്തമായ നീക്കങ്ങൾ നടത്തിയിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഹമാസിന്റെ മുൻ ആരോഗ്യമന്ത്രിയായിരുന്ന ബാസെം നെയിം മാധ്യമങ്ങൾക്ക് നൽകിയ വിവരങ്ങളിൽ ട്രംപ് എന്നൊരാളും അമേരിക്കയിൽ വരാൻ പോകുന്ന അദ്ദേഹത്തിന്റെ ഭരണകൂടവും ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ വെടിനിർത്തൽ കരാറും ബന്ദി മോചന ഇടപാടും ഉണ്ടാകുമായിരുന്നില്ലെന്നും ബന്ദിമോചനത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും ട്രംപിന് മാത്രം അവകാശപ്പെട്ടതാണെന്നും പ്രസ്താവിച്ചിരിക്കുകയാണ്. ഇസ്രായേലി ബന്ദികളുടെ മോചനം ലാക്കാക്കി ട്രംപ് ഹമാസിനോട് നടത്തിയ ഉഗ്രമായ താക്കീതുകൾ അവർക്ക് കടുത്ത സമ്മർദ്ദമായി മാറുകയായിരുന്നു. സ്വരം കടുപ്പിച്ചുള്ള ട്രംപിന്റെ ഭീഷണി ഹമാസിനുള്ള മുന്നറിയിപ്പല്ല, മറിച്ച് നെതന്യാഹുവിനുള്ള മുന്നറിയിപ്പാണെന്ന് ഹമാസ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും താൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് ബന്ദികളെ മുഴുവൻ വിട്ടയക്കണമെന്നുള്ള ട്രംപിന്റെ അന്ത്യശാസനം ഹമാസിനോട് മാത്രമുള്ളതായിരുന്നു. തീവ്രവാദത്തോടും തീവ്രവാദികളോടും ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത തരത്തിൽ സ്ട്രെയിറ്റ് നിലപാടുകളുമായി മുന്നോട്ടു പോകുന്ന ട്രംപിന്റെ വാക്കിനെ അവഗണിക്കുന്നത് നാശം ഇരന്നു വാങ്ങുന്നതിന് തുല്യമാണ് എന്നുള്ള ഖത്തറിന്റെയും ഈജിപ്തിന്റെയും ഗുണദോഷമാണ് കാലം തെറ്റിയാണെങ്കിൽ കൂടി ഉചിതമായ തീരുമാനമെടുക്കാൻ ഹമാസിനെ പ്രേരിപ്പിച്ചത്. ബാസെം നെയിമിന് പിന്നാലെ ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയും വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിന്റെയും ശക്തമായ ഇടപെടൽ കൊണ്ടുതന്നെയാണ് കരാർ നേടാൻ സഹായിച്ചതെന്നും അവരാണ് കരാറിനായി പോരാടിയതെന്നും അവരെ താൻ പ്രശംസിക്കുകയാണെന്നും പറഞ്ഞു. ട്രംപിന് മേഖലയിൽ കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നാണ് തങ്ങളുടെ വിശ്വാസമെന്നും സ്റ്റീവ് വിറ്റ്കോഫ് ഈ ചർച്ചകളിൽ പ്രകടിപ്പിച്ചത് കൃത്യമായ നേതൃത്വമായിരുന്നുവെന്നും ഒരു ഇടപാട് നടക്കാൻ അത്തരം നീക്കങ്ങൾ അനിവാര്യമാണെന്നും മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞു. നിങ്ങളുടെ ചർച്ചയെ ശല്യം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും, പക്ഷേ താൻ 20-ാം തീയതി ഓഫീസിൽ എത്തുമ്പോഴേക്കും ഇസ്രായേൽ ബന്ദികൾ തിരിച്ച് വീട്ടിലെത്തിയില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് നരകമായി മാറുമെന്നാണ് ട്രംപ് പറഞ്ഞത്. പാലസ്തീനും ഇസ്രായേലും വ്യത്യസ്ത രാഷ്ട്രങ്ങളായി സമാധാനത്തോടെ മുന്നോട്ടു പോകണമെന്നാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും ഈ കരാർ ഗാസയെ രക്ഷിക്കാനുള്ള അവസാനത്തെ അവസരമായി കണ്ട് വിവേകത്തോടെ മുന്നോട്ടു പോകാൻ പാലസ്തീൻ അധികാരികൾ തയ്യാറായില്ലെങ്കിൽ ഒരിക്കലും പാലസ്തീനിൽ സമാധാനം ഉണ്ടാകില്ലെന്നും ഈ സമീപനം നിലനിർത്തി പാലസ്തീനിൽ മുന്നോട്ടു പോയാൽ അടുത്ത 4 വർഷത്തിനുള്ളിൽ ഈ മേഖലയ്ക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നും ഖത്തർ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച് വെറും 2 മാസത്തിനുള്ളിൽ 2023 ഡിസംബറിൽ തയ്യാറാക്കിയ കരാർ വ്യവസ്ഥകളിൽ കാര്യമായ യാതൊരു വ്യത്യാസങ്ങളും വരുത്താതെയാണ് ഇപ്പോൾ ഇരു പാർട്ടികളും അംഗീകരിച്ച് നടപ്പാക്കുന്ന ഈ വെടിനിർത്തൽ കരാർ. 13 മാസത്തെ പാഴായ ചർച്ചകൾ ഗാസയിൽ വിതച്ച നാശം അതിഭീകരമായിരുന്നു. അത് ഗാസയിലെയും നിരവധി മരണങ്ങൾക്കും ഏതാനും ബന്ദികളുടെ മരണത്തിനും കാരണമായി. ഇത് ബൈഡൻ ഭരണകൂടത്തിന്റെ പിടിപ്പുകേട് കൂടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. അവിടെയാണ് വെറും 1 മണിക്കൂർ ചർച്ച കൊണ്ട് ട്രംപിന്റെ മധ്യസ്ഥനിലൂടെ അത്ഭുതം നടന്നത്. ഏതായാലും കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കുള്ള US പിന്തുണ സ്വാഭാവികമായി മാറുകയാണ്. തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത, അതിന് ആരുടെയും ഉത്തരവ് കാത്തുനിൽക്കാത്ത ഇസ്രായേലും വിശേഷിച്ച് നെതന്യാഹുവും ഏറ്റെടുത്തത് അങ്ങേയറ്റം ശ്രമകരമായ ഒരു ദൗത്യം തന്നെയായിരുന്നു. അവിടെ ജോ ബൈഡന് വലിയ റോളുമില്ലായിരുന്നു. ആ സ്ഥാനത്താണ് ട്രംപ് തന്റെ സ്വാധീനമുറപ്പിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയത്. നെതന്യാഹുവിനെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ തീവ്ര വലതുപക്ഷ ക്യാബിനറ്റിലെ അംഗങ്ങളെയും സ്വാധീനിക്കാൻ ട്രംപിനായി എന്നത് അദ്ദേഹത്തിന്റെ നിലപാടുകളുടെ അംഗീകാരം തന്നെയാണ്. ഈ വെടിനിർത്തലിന്റെ ഫുൾ ക്രെഡിറ്റും ട്രംപിനുള്ളതാണ്. വ്യാഴാഴ്ച ഡാൻ ബോങ്കിനോ ഷോയിൽ പങ്കെടുത്ത ട്രംപ് പറഞ്ഞത് ഹമാസിന് കൊടുത്ത അന്ത്യശാസനത്തിനപ്പുറത്ത് ചർച്ചയ്ക്കും കരാർ രൂപീകരണത്തിനും തങ്ങൾ തയ്യാറായിരുന്നു എന്നാണ്. അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ കരാർ സംഭവിക്കില്ലായിരുന്നുവെന്നും അതിന്റെ ഗതി തങ്ങൾ വേഗത്തിൽ മാറ്റുകയായിരുന്നുവെന്നും താൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതായിരിക്കും നല്ലതെന്നും തങ്ങളുടെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിനെ പോലുള്ള തന്റെ ടീമിലെ അംഗങ്ങൾ ചെലുത്തിയ സമ്മർദ്ദം കരാർ വിജയത്തിലെത്താൻ മൂലകാരണമായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. വെടിനിർത്തലിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ നടക്കുന്ന ജോ ബൈഡൻ ദയയില്ലാത്തവനാണെന്നും അയാൾ ഈ കാര്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ലെന്നും ഞങ്ങൾ ഇടപെട്ടിരുന്നില്ലെങ്കിൽ
ബന്ദികൾ ഒരിക്കലും പുറത്തു വരുമായിരുന്നില്ല എന്നുമായിരുന്നു ട്രംപിന്റെ നിലപാട്. ഏതായാലും ട്രംപ് പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ നടപ്പിലാക്കിയിരിക്കുകയാണ്. ഇതോടെ ലോകരാഷ്ട്രങ്ങളിൽ ട്രംപിനുള്ള സ്വാധീനം കുത്തനെ ഉയർന്നിരിക്കുകയാണ്. ഇനി വരുന്നത് ട്രംപ് യുഗം തന്നെയായിരിക്കുമെന്ന് ഉറപ്പാണ്.